ഹിന്ദു മുസ്ലിം സിഖ് ഞങ്ങളെല്ലാം സഹോദരരാണ്, ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് എന്ന് മുദ്രാവാക്യം വിളിച്ച് കശ്മീർ താഴ്വരയിലൂടെ കശ്മീരികൾ നടത്തുന്ന പ്രകടനം ഇന്ന് നമ്മൾ കണ്ടു. ഭീകരതയെ കാശ്മീർ നിരാകരിക്കുകയാണ്. ഭീകരതയോട് കശ്മീർ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. ആ തെരുവിന്റെ രോഷം അതാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കശ്മീരിന്റെ സമാധാനം തകർക്കുക, കശ്മീരിന്റെ എക്കോണമി തകർക്കുക, കശ്മീരിന്റെ ടൂറിസം തകർക്കുക എന്നുള്ളത് കൂടിയാണ് ഭീകരർ ലക്ഷ്യം വെച്ചത്. കാരണം കശ്മീർ സമാധാനത്തിലിരുന്നാൽ അവിടെ ഭീകരവാദത്തിന് വേര് പിടിക്കാൻ കഴിയില്ലല്ലോ. ഭീകരവാദം യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ഇന്ത്യയെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിനെതിരായ യുദ്ധമാണ്. ഒരു മതം മറ്റൊരു മതത്തിനെതിരെ ചെയ്ത യുദ്ധമല്ല അത്. ഇന്നലെ പിടഞ്ഞു വീഴുമ്പോഴും ആ മനുഷ്യരെ, പരിക്കേറ്റ മനുഷ്യരെ, ജീവൻ ബാക്കി ഉണ്ടായിരുന്ന മനുഷ്യരെ വാരിയെടുത്ത് കുതിരപ്പുറത്ത് എത്തിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയത് അവിടുത്തെ പോണിവാലകളാണ്. അതിൽ ഒരാൾ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന മനുഷ്യൻ ഈ ഭീകരവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. നമ്മൾ ഇതിനെ മതവിദ്വേഷം ഒഴുക്കാനുള്ള ഒരു സന്ദർഭമായാണോ കാണേണ്ടത്? യഥാർത്ഥത്തിൽ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത് എന്താണ്? ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ സാഹോദര്യം തകർക്കുക എന്നുള്ളതാണ്. ആ തീവ്രവാദികളുടെ ലക്ഷ്യം നിറവേറ്റി കൊടുക്കണോ നമ്മൾ? മുറിപ്പെട്ടത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ മനസാക്ഷിയാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഭീകരവാദത്തെ എതിർത്ത് തോൽപ്പിക്കുമ്പോഴാണ് ഭീകരവാദികളുടെ ഭീകരവാദത്തിന്റെ പദ്ധതി പൊളിഞ്ഞു പോകുന്നത്.